നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 എന്ന പുതുവർഷത്തെ ഫലമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ സാമാന്യ ഫലങ്ങളാണ് നോക്കാനുള്ളത്. ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പോൾ ശനി, വ്യാഴം, രാഹു, കേതുക്കൾ ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. രാഹുവും കേതുവും നിഴലുകളാണെങ്കിലും അവയുടെ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നത് കൊണ്ട് അവയെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. വർഷത്തിൻ്റെ ആരംഭത്തിൽ ശനി കുംഭൻ രാശിയിലും വ്യാഴം ഇടവൻ രാശിയിലും രാഹുവും കേതുവും മീനം, കന്നി എന്നീ രാശികളിലുമായിട്ടാണ് നിൽക്കുകയല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശനിയാണ് ആദ്യം മാറുന്നത്. ശനി മാർച്ച് 29, 2025 മാർച്ച് 29 മീനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. മെയ് മാസം 14 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് സംക്രമിക്കുന്നു. മെയ് 18 രാഹുവും കേതുവും രാശി മാറുന്നു. രാഹു മീനത്തിൽ നിന്നും പുറകോട്ട് നീങ്ങി കുംഭത്തിലേക്ക് വരുന്നു. കേതു ആണെങ്കിൽ കന്നി രാശിയിൽ നിന്നും പുറകോട്ട് നീങ്ങി സിംഹത്തിലേക്ക് വരുന്നു. രാഹുവും കേതുവും പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ തമ്മിൽ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിൻ്റുകളാണ് രാഹുവും കേതുവും. പക്ഷേ അവയ്ക്ക് വലിയൊരു കാന്തിക ക്ഷേത്രമുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ് അവയെ കൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഗ്രഹമായിട്ട് കരുതുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ശുക്രന് വർഷാരംഭത്തിൽ ഉച്ചരാശിസ്ഥിതി വരുന്നു. ശുക്രൻ മീനത്തിലേക്ക് വരുന്നു. മീനം 27 ആകുമ്പോഴത്തേക്കും ശുക്രന് വളരെ ഉച്ചം ഉണ്ടാകുന്നു. 27ാമത്തെ ഡിഗ്രിയിൽ മീനം രാശിയിൽ 27ാമത്തെ ഡിഗ്രിയിലെത്തുമ്പോൾ ശുക്രൻ അത്യുച്ചത്തിൽ എത്തും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ഫലം ഒന്ന് വിലയിരുത്തി നോക്കാം. അപ്പോൾ നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിലെത്തുന്നു. അതുപോലെ തന്നെ ചൊവ്വയുടെ അനുകൂല ഭാവസ്ഥിതിയുണ്ട്. കാരണം ചൊവ്വ നീചത്തിലേക്ക് പോയിട്ട് പുറകോട്ട് വക്രത്തിൽ സഞ്ചരിച്ച് പുറകോട്ട് വരികയാണ്. ശനിയും വ്യാഴവും ഇഷ്ടഭാവസ്ഥിതിയാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ. അതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് മാസം വരെ വളരെ ഗുണകരമായിരിക്കും അനുഭവങ്ങൾ. വർഷാരംഭത്തിൽ ശനി 11ലാണ്, അതായത് ലാഭത്തിൻ്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. കാർഷിക ആദായം ഉണ്ടാകും, പല വിധത്തിലുള്ള ധനലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ ഏജൻസി കമ്മീഷൻ പ്രവർത്തനത്തിലൂടെ ധനലാഭം ഉണ്ടാകും. പത്രപ്രവർത്തനത്തിലൂടെ, അതുപോലെ ഈ ചാനലുകളൊക്കെ നടത്തുന്നതിലൂടെയൊക്കെ പണമുണ്ടാകും. പിന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് സാമൂഹിക പ്രാധാന്യമുള്ള യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കാനും അതിലൂടെ സാമൂഹിക അംഗീകാരമൊക്കെ കിട്ടാനും യോഗമുണ്ട്. അതുപോലെ തന്നെ വ്യാഴം ധനഭാവമായ 2ലാണ് നിൽക്കുന്നത്. അപ്പം ഭാഗ്യത്തിൻ്റെ കാരകനായ വ്യാഴം ധനഭാവത്തിൽ വരുമ്പോഴത്തേക്കും ധനം ഉണ്ടാകാനുള്ള വലിയ ഒരു യോഗമാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് വർഷത്തിൻ്റെ ആദ്യ പകുതി ഏതാണ്ട് മെയ് മാസം വരെ വളരെ ഗുണകരമായിട്ടാണ് പോകുന്നത്. ഈ രാശിനാഥനായ ചൊവ്വ കർക്കിടകത്തിൽ പോകുമെങ്കിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ദോഷം കാര്യമായിട്ട് ഈ സമയത്ത് അനുഭവപ്പെടുകയില്ല. വിദ്യാഭ്യാസപരമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗമുണ്ട്. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വർഷാരംഭത്തിൽ, അതായത് വർഷത്തിൻ്റെ പകുതിക്ക് മുമ്പായിട്ട്. പിന്നെ കലാപരമായ ഉയർച്ച, കല, സാഹിത്യം, ചിത്രരചന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, നൃത്തം, നാടകം, സിനിമ തുടങ്ങിയ രംഗങ്ങളിലൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. ധനപരമായ വളർച്ചയും ഉണ്ടാകും. മാർച്ച് അവസാനത്തോടെ ശനി മീനൻ രാശിയിലേക്ക് വരുമ്പോഴത്തേക്കും 7.5 ശനി തുടങ്ങുകയാണ് ഭരണി നക്ഷത്രക്കാർക്ക്. അതായത് മേടം കൂറിലാണ് ഭരണി നക്ഷത്രം വരുന്നത്. അതിൻ്റെ 12ാം ഭാവത്തിലേക്ക് ശനി വരുന്നത് കൊണ്ട് 7.5 ശനി ആരംഭിക്കുന്നു. അതുപോലെ തന്നെ മെയ് മാസത്തിൽ വ്യാഴം 3ാം ഭാവത്തിലേക്ക് പോകുന്നു. വ്യാഴം 3ൽ പോകുമ്പം എന്താണ്? ദൈവാധീനം കുറയും. അതുകൊണ്ടാണ് ഈ വർഷത്തിൻ്റെ പകുതി വരെ ഗുണകരമാണെന്ന് പറയുന്നത്. വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും, അതായത് മെയ് മാസം പകുതി ആകുമ്പോഴത്തേക്കും വ്യാഴം 3ാം ഭാവത്തിൽ പോകുന്നു, ദൈവാധീനം കുറയുന്നു, 7.5 ശനി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ എഫക്റ്റ് കുറേശ്ശെ വന്നു തുടങ്ങും. എന്നാൽ രാഹുവിൻ്റെ മാറ്റം ഗുണകരമാണ്. രാഹു 11ൽ വരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന കുറേ ധനഭാഗ്യമുണ്ട്. അതായത് ഭാഗ്യപരീക്ഷണങ്ങൾ, പിന്നെ ചില ഏജൻസി പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ബ്രോക്കറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിലൂടെ പെട്ടെന്ന് കുറേ വരുമാനം വരിക, പിന്നെ കടം കൊടുത്തതൊക്കെ കുറച്ച് തിരിച്ചു കിട്ടും.
കുറച്ച് കടബാധ്യത തീർക്കാനും പറ്റും. പക്ഷേ ഈ രാഹുവിൻ്റെയൊക്കെ അനുകൂല ഭാവസ്ഥിതി കൊണ്ടുവരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായി പെട്ടെന്ന് കാര്യം നടന്നങ്ങ് പോവും. ലോങ് ടൈമിൽ കിട്ടുന്ന ഇതല്ല. അതേസമയം ശനി, വ്യാഴം തുടങ്ങിയവ വളരെ ദീർഘകാലത്തേക്കാണ് ഫലം തരുന്നത്. രാഹു 1.5 വർഷം ഒരു രാശിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 1.5 വർഷവും 11-ൽ രാഹു നിൽക്കുന്നതിൻ്റെ ഗുണകരമായ കുറേ ഫലങ്ങൾ കിട്ടും. നമ്മൾ സർപ്പപ്രീതിയൊക്കെ വരുത്തണം. സർപ്പപ്രീതി എന്ന് പറഞ്ഞാൽ, സർപ്പം എന്ന് പറഞ്ഞാൽ സ്നേഹിക്ക്, പാമ്പാണെന്ന് പലർക്കും ധാരണയുണ്ട്. അങ്ങനെയല്ല, ഇത് കുണ്ടലിനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഊർജ്ജത്തിൻ്റെ സംഗതിയാണ്. അതുകൊണ്ടാണ് സർപ്പപ്രീതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്രിയയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും സർപ്പപ്രീതി വരുത്തുക, രാഹുവിനെ അനുകൂലമാക്കുക. കേതു 5-ലേക്ക് വരുന്നത് അത്ര ഗുണകരമല്ല. കാരണം 5 എന്ന് പറയുന്നത് സന്താനഭാവമാണല്ലോ. അതുകൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അവനവൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് പ്രവർത്തിക്കണം. 5 എന്ന് പറയുന്നത് ബുദ്ധിയുടെയും പ്രജ്ഞാമേധ, പ്രതിഭാശക്തി, പുരാതനം, പുണ്യം, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ വൈകല്യങ്ങളുണ്ടാകാതെ, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തിയാടി പ്രവർത്തിക്കുക, ആലോചനയില്ലാതെ പ്രവർത്തിക്കുക, വേറെ ആരെങ്കിലും ഉപദേശം തരുന്നത് കേട്ട് നമ്മളുടെ അല്ലാത്ത ഒരാശയം ചെയ്യുക, ഇതൊന്നും ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും 2-3 തവണ ആലോചിച്ച് സ്വയം തീരുമാനം എടുത്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കേതു എന്ന് പറയുന്നത് അറിയാമല്ലോ. കേതുവിനൊരു പ്രത്യേകത എന്താണ്? നമുക്ക് ജീവിതത്തെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കാൻ ഇടയുള്ള ഒരു ഗ്രഹമാണ് കേതു. ചിലർക്ക് ഈ വ്യാഴമൊക്കെ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ജയിൽവാസം വരെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പോൾ അതുകൊണ്ടാണ് കേതുവിനെ ഒരല്പം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ വലിയ മുതൽ മുടക്കുകൾക്കൊന്നും ഈ വർഷം അത്ര അനുകൂലമല്ല. എപ്പോഴും വർഷത്തിൻ്റെ ആരംഭം അല്ലെ പകുതി വരെയുള്ള സമയം, മെയ് മാസം വരെയുള്ള സമയത്ത് പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങുന്നതിൽ കുഴപ്പമില്ല. അതിന് ശേഷം അത്ര അനുകൂലമല്ല. ജോലി മാറാനായിട്ട് ഈ വർഷം അത്ര അനുകൂലമല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പം ഭരണി നക്ഷത്രക്കാർ അവരുടെ രാശിനാഥനായ ചൊവ്വയുടെ ദേവതയായ സുബ്രഹ്മണ്യസ്വാമിക്കും ദേവിക്കും യഥാവിധി വഴിപാടുകൾ ചെയ്യണം. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് വഴിപാട് ചെയ്യണം. അവരുടെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രന് അർച്ചനയോ വെളുത്ത പട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്യുക. മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ വളരെ ഉത്തമമാണ്. ഈ വ്യാഴം മാറുന്ന സമയത്ത് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യണം. അതുപോലെ തന്നെ ശനി മാറുന്ന സമയത്ത് ശാസ്താവിന് വഴിപാട് ചെയ്യണം. അതായത് മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്കും ശാസ്താവിന് നീരാജനമോ നെയ്വിളക്കോ പോലുള്ള വഴിപാട് ചെയ്യണം. മെയ് പകുതി ആകുമ്പോഴത്തേക്കും വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്യണം. പിന്നെ സർപ്പദൈവങ്ങൾക്കുള്ള വഴിപാട് തുടരുന്നത് വളരെ നല്ലതാണ്. കേതുദോഷം മാറാൻ വേണ്ടി ഗണപതിക്ക് അപ്പം, അട തുടങ്ങിയവ നിവേദിക്കുന്നതും, അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഹോമം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കറുകമാല വാങ്ങിച്ച് സമർപ്പിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലെ പുതിയ കോഴ്സിനൊക്കെ ചേരുന്നവരൊക്കെ ഗണപതി ഭഗവാനുടെ വഴിപാട് കൊടുത്തിട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ കുടുംബദേവതയ്ക്കൂടെ നമ്മൾ ഒരു പട്ടും നാണയമൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ വളരെ വലിയ അനുഗ്രഹമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയാണ് ഭരണി നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ അനുഭവങ്ങളായിട്ട് പറയാനുള്ളത്. പൊതുവേ നല്ലതാണ്, വർഷത്തിൻ്റെ പകുതിയോളം നല്ലതാണ്. ആ സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നല്ലൊരു ചിട്ടയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും കാര്യവിജയം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സഞ്ചാരം കൂടുതലായിരിക്കും ഈ വർഷം. കുറേയേറെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.